കഴിഞ്ഞ ദിവസമാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ച ഇസ്താൻബുളിൽ നടന്നത്. പാളിപ്പോയ വിവരം പുറത്തു വന്നത്. ഇസ്താൻബുളിൽ ഈ ചർച്ച നടക്കുമ്പോൾ താലിബാൻ വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് പാകിസ്ഥാന് നേരെ നടത്തിയത്. തുർക്കി ഇതിൽ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിച്ചെങ്കിലും യാതൊരുവിധ ഗുണവും ഉണ്ടായില്ല. കാരണം ഒരു മത ഐക്യമാണ് നമുക്കിടയിൽ വേണ്ടതെന്നാണ് തുർക്കി പ്രധാനമായിട്ടും ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതായത് നമ്മൾ രണ്ടുപേരും ഒന്നാണ്, രണ്ടല്ല, രണ്ടുപേരും ഒരു മതമാണ്. താലിബാനും പാകിസ്ഥാനിലുള്ള ആൾക്കാർക്കും ഒരു മതമാണ്. ഈ മതം പേറുന്ന ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പരസ്പരം തമ്മിലടിക്കരുത്, നിങ്ങളുടെ ശത്രു ഇന്ത്യയാണ് എന്ന് തുർക്കി അവിടെ പറഞ്ഞു കൊടുത്തതായി ഒരു സൂചന നമ്മുടെ രാജ്യത്തിനും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ താലിബാൻ ഇതിനൊന്നും വഴങ്ങാതെ പാകിസ്ഥാനെ അടിക്കും എന്ന രീതിയിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതിനുശേഷം ചർച്ച പാളിപ്പോയി തിരിച്ചെത്തിയ ഈ സമയം പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം ഇന്ത്യക്കെതിരെ നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് താലിബാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ സൈന്യത്തെ സമ്പൂർണ്ണമായി പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് നീക്കാനുള്ള ഒരു വൻ സന്നാഹം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. താലിബാൻ പാകിസ്ഥാന്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഇന്ത്യയെ ഒന്ന് അനക്കിയാൽ, ഇന്ത്യയെ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വലിയൊരു പ്രത്യാക്രമണം അപ്പുറത്തെ ഭാഗത്ത് നിന്ന്, അതായത് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സകല സന്നാഹങ്ങളുമായി കൃത്യമായി ഈ ദുരന്ത് ലൈനും മറ്റ് വസീറിസ്ഥാന്റെ അതിർത്തികളിലേക്കും ഒന്ന് തമ്പടിക്കാനാണ് നിലവിൽ ഈ താലിബാൻ അവരുടെ പോരാളികൾക്ക് അല്ലെങ്കിൽ സൈന്യത്തിന് കൊടുത്തിരിക്കുന്ന, അഫ്ഗാൻ അവരുടെ സൈന്യത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.